ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നോർത്ത് വെയിൽ മലയാളി. നമ്മൾ സൺഡേ കുർബാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. കുർബാനയ്ക്ക് ഇതുവഴി നടന്നതാ നമ്മളൊരു പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ക്ലബും സ്പോർട്സ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്നൊരു സ്ഥലം. ഇവിടെ നമുക്ക് വീക്കെൻഡ് കുട്ടികളൊക്കെ വന്നിട്ടൊരു കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. അതുപോലെ ഇപ്പം സമ്മർ ആയതുകൊണ്ട് വെയിലും ഉണ്ട്, പക്ഷെ അതിനൊപ്പം തണുത്ത കാറ്റും ഉണ്ട്. കുട്ടികൾ ബോൾ കളിക്കാൻ വന്ന ഞങ്ങൾക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് തൊട്ടടുത്താണ്. നമ്മൾ ഇടയ്ക്ക് വരാറുണ്ട് ഇങ്ങോട്ട്. പിന്നെ പാസി ഇതാണ് പല ക്ലബ് മെമ്പേഴ്സ്. ടെന്നീസിൻ്റെ ക്ലബ്ബുണ്ട്. അതുപോലെ ഇവിടെ സൈക്കിൾ വെച്ച് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇവിടെ ഓടിക്കാവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഇന്ന് പിള്ളേരൊന്നും കാണുന്നില്ല, പക്ഷെ സൺഡേ ഇവിടെ പൊതുവെ കുട്ടികൾ കളിക്കാൻ വരാറുണ്ട്. അപ്പോൾ ഇത് ടെന്നീസ് കളിക്കുന്ന സ്ഥലമാണ് ഇവിടെ. പിന്നെ ഈ ഭാഗത്ത് പൊതുവെ ഓപ്പൺ സ്പേസിൽ അവരുടെ പട്ടികളൊക്കെ ആയിട്ട് വന്ന് കറങ്ങാനും അവരെ നടത്തിക്കാനും ഒരു മോർണിംഗ് വാക്കിന് വരുന്നൊരു സ്ഥലമാണ്. നമുക്കിവിടെ നോർക്ക റിക്രൂട്ട്മെൻറ്റ് വഴി 10-ൽ പരം നഴ്സസ്, ഒരു 10 to 12 നഴ്സസ് എല്ലാ മാസവും നമുക്കിവിടെ വരാറുണ്ട്. ഓൾമോസ്റ്റ് അവർക്ക് ഹോസ്പിറ്റൽ അറേഞ്ച് ചെയ്യുന്ന സെയിം അക്കോമഡേഷൻ, ഓൾമോസ്റ്റ് ആ ഒരു സെയിം ഏരിയയിലാണ് അവർക്കൊരു 2-3 മാസത്തെ അക്കോമഡേഷൻ കൊടുക്കാറ്. അതുപോലെ ബാങ്കറിൽ വിത്ത് സ്കോളർഷിപ്പ്, ഇവിടെ ഏറ്റവും അടുത്ത യൂണിവേഴ്സിറ്റി ബാങ്കറാണ്. പഠിക്കാൻ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഇവിടുത്തെ ഒരു നോർത്ത് വെയിലിലെ എക്സ്പെൻസ് വീഡിയോ എന്നോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇവിടെ കമ്പയർഡ് ടു UK നമുക്ക് എക്സ്പെൻസ് കുറവാണ്. അല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ ഒരു എക്സ്പെൻസിനെ കുറിച്ചൊരു വീഡിയോ, ഒരു ചെറിയൊരു ഐഡിയ ഞാൻ തരാം. നമ്മൾ വന്നു കഴിയുമ്പം BRP കാർഡും GP രജിസ്റ്റർ ചെയ്യണം. അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ BRP കാർഡ് കിട്ടാൻ ഇപ്പോൾ കുറേ ഡിലേ വരുന്നുണ്ട്. ചിലർക്ക് ഡിലേ ആണെങ്കിലും ബൈ പോസ്റ്റ് വരുന്നുണ്ട്. നമ്മൾ വന്ന വശം നമുക്ക് UKയുടെ വിസ അടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു പേപ്പർ കിട്ടും. അവിടെ നമുക്ക് എവിടെ നിന്നാണ് നമ്മൾ BRP കാർഡ് കളക്ട് ചെയ്യുന്നതെന്ന് അതിനകത്ത് വ്യക്തം എഴുതി കാണാം. പോസ്റ്റ് ഓഫീസിൽ നമ്മൾ 1 വീക്കിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കണം. 1 വീക്ക് മുന്നേ നമ്മളെ ഫോൺ വിളിച്ച് ഉറപ്പ് വരുത്തിയിട്ട് പോവുക. കാരണം ലോങ് ഡിസ്റ്റൻസ് അടയ്ക്കാനാണെങ്കിൽ നമ്മൾ ആ ഒരു ട്രാവൽ ടൈം നമുക്ക് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് വീട് കണ്ടുപിടിക്കുക. നമ്മൾ വീട് സെമി ഡിറ്റാച്ച്ഡ് ആണെങ്കിൽ കുറച്ച് റേറ്റ് കുറവും, പിന്നെ ഫ്ലാറ്റ് ആണെങ്കിൽ അതിനേക്കാൾ റേറ്റ് കുറവ്. ഞങ്ങൾ താമസിക്കുന്ന, ഞാൻ കഴിഞ്ഞ വീട് പറഞ്ഞ പോലെ 2 ബെഡ്റൂം ഫ്ലാറ്റ് 600. ഞങ്ങൾ വന്നപ്പോൾ 2 വർഷം ആയി വന്നിട്ട് 2 വർഷം മുന്നേ 550 ആയിരുന്നു. അപ്പോൾ ഒരു 50 പൗണ്ട് കൂട്ടി ഇപ്പോൾ 600 ആക്കി. കൗൺസിൽ ടാക്സ് 108 ആയിരുന്നു. അതിപ്പോൾ 110, ചില മാസങ്ങൾ 112, അങ്ങനെയായിട്ട് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് പിന്നെ ബംഗ്ലോ ആണെങ്കിൽ നമ്മൾ ഇനീഷ്യലി വരുമ്പം മിക്കവാറും ഫ്ലാറ്റും സെമി ഡിറ്റാച്ച്ഡ് വീടൊക്കെ എടുക്കാറ്. നമ്മൾ ബംഗ്ലോ കിട്ടിയാൽ കുഴപ്പമില്ല. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ സേഫായിട്ട് ബംഗ്ലോ ആണ്. പക്ഷേ നമുക്ക് 3 ബെഡ്റൂം ആണെങ്കിൽ സ്റ്റാർട്ടിങ് 700 കുറഞ്ഞ് ഇപ്പം മൊത്തത്തിൽ നമ്മുടെ റെൻറ്റും കൗൺസിൽ ടാക്സ് എല്ലാം കൂടിയിട്ടുണ്ടല്ലോ. നമ്മൾ വീട് വാങ്ങിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിക്കുക. ചില എസ്റ്റേറ്റ് ഏജൻറ്റ്സ് ഓരോരുത്തർ ഡിമാൻഡ് ചെയ്യും. പിന്നെ ചിലർ നമ്മൾ ഒഴിവാക്കാൻ കാരണങ്ങൾ പറയും. കുട്ടികളുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചിലർ പറയുന്നു ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ വീട് നമുക്ക് തരാൻ പറ്റൂ. അപ്പോൾ നമ്മൾ
വിസ ആയാലാണ് നമുക്ക് കൊണ്ടുവരുന്ന കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ എംപ്ലോയറും നമുക്ക് ഇതുപോലെ ജോലിയുടെ കോൺട്രാക്റ്റിൻ്റെ പേപ്പറും അതുപോലെ നമ്മുടെ BRP കാർഡും വേറെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് എല്ലാം കാണിച്ചു കൊടുത്ത് അവരുടെ ടെനൻസി എഗ്രിമെൻറ്റ് മിക്കവാറും 1 ഇയർ ആണ് മിനിമം ടെനൻസി ഇവിടെ നമുക്ക് താമസിക്കാനുള്ളൊരു സമയം. മിനിമം 1 ഇയർ അല്ല, അതിൽ കുറഞ്ഞിട്ടില്ല. ആദ്യമൊക്കെ 6 months വരെ നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറ്റാവുന്നൊരു വീടും നമുക്ക് ഹോസ്പിറ്റലടുത്ത് ഡിസ്റ്റൻസും സ്കൂളും എല്ലാം നോക്കി വീടെടുക്കാം. അപ്പോൾ നമുക്ക് വരുന്നത് ഇനീഷ്യലി 1 month റെൻറ്റും ഇവിടെ ഫസ്റ്റ് നമ്മൾ റെൻറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഡെപ്പോസിറ്റ് നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് കൊടുക്കണം. അത് മിക്കവാറും റെൻറ്റിൻ്റെ അത്രത്തോളം എമൗണ്ട് ആയിരിക്കും. ചിലപ്പം കുറച്ച് തരും. ആ ഒരു ക്യാഷ് ഡെപ്പോസിറ്റ് നമ്മൾ ആ ടെനൻസി അല്ലെങ്കിൽ നമ്മൾ ആ വീട് വിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട് ആയിരിക്കും. ആസ് ഫാർ ആസ് നമ്മുടെ വീട് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന പൈസയാണ്. അതുകൊണ്ട് നമുക്ക് തിരിച്ച് കിട്ടും. വീടിൻ്റെ റെൻറ്റും കൗൺസിൽ ടാക്സ് കഴിഞ്ഞ് നമുക്ക് വരുന്നത് ഇലക്ട്രിസിറ്റിയും ഗ്യാസാണ്. ഞങ്ങൾക്ക് മന്ത്ലി 60 pound വരുന്നുണ്ട് ഇലക്ട്രിസിറ്റി, അത്രത്തോളം തന്നെ ഗ്യാസും വരുന്നുണ്ട്. പിന്നെ വിൻ്റർ ടൈം നമ്മൾ ഹീറ്റർ യൂസ് ചെയ്യുമ്പോൾ മാനേജ് ഇലക്ട്രിസിറ്റി ഒരു 60 to 70 pound നമുക്ക് മന്ത്ലി വരുന്നുള്ളൂ. അറൗണ്ട് ഒരു 120 pound നമുക്ക് മന്ത്ലി പിടിക്കാം. പിന്നെ വരുന്ന വെല്ലിഷ് വാട്ടേഴ്സാണ്. നമ്മൾ ഫസ്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് അവരുടെ കോൺടാക്റ്റ് നമ്പർ എല്ലാം ഗൂഗിൾ ചെയ്താൽ കിട്ടും. അപ്പോൾ അവർ എത്ര മെമ്പർ ഓഫ് ഫാമിലി ആണെങ്കിൽ അവർ ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്യും. പിന്നെ കുറച്ച് മന്ത്സ് നമ്മൾ ഇനീഷ്യലി താമസം തുടങ്ങി അന്ന് തൊട്ടുള്ള എവറി മന്ത് അവർ ഫിക്സ് ചെയ്ത റേറ്റ് നമ്മൾ കൊടുത്ത് അതിനേക്കാൾ കുറവാണ് നമ്മൾ വെള്ളം ഉപയോഗിക്കണമെങ്കിൽ അവർ ആ എമൗണ്ട് നമുക്ക് വിളിച്ച് തിരിച്ച് തരും. പിന്നെ ഞാൻ ഡയറക്റ്റ് ഡെബിറ്റാണ് സെറ്റ് ചെയ്താക്കുന്നത്, കൗൺസിൽ ടാക്സും വെള്ളത്തിൻ്റെ ബില്ലൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ വറി ആവണ്ട. ഡയറക്റ്റ് ഡെബിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മന്ത്ലി 50 pound ആയിരുന്നു, ഇപ്പോൾ 52 ആക്കിയത്. പിന്നെ ഞങ്ങൾക്ക് യൂട്ടിലിറ്റി കമ്പനിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ആ കാർഡ് നമ്മൾ ആപ്പിനകത്ത് ഇലക്ട്രിസിറ്റി ഗ്യാസ് റിമൈനിങ് എത്ര പൈസയാണെന്ന് ചെക്ക് ചെയ്ത് എമൗണ്ട് കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പൈസ ഇട്ട് കൊടുക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്രയാണ് യൂസേജ് വരുന്നതെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് നെറ്റ്വർക്കാണ്. നമ്മുടെ ഏരിയയിലെ നല്ല കവറേജ് കിട്ടുന്ന നെറ്റ്വർക്ക് നമുക്ക് ഗൂഗിൾ ചെയ്താലും കിട്ടും. അവരായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. മന്ത്ലി മിനിമം ഒരു 25 pound വരും. പിന്നെ ഇനീഷ്യലി വിളിക്കുമ്പം അവർ 2 year 2 വർഷത്തേക്ക് ആ ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞാലും കൂടിയാലും ആ ഒരു ഫിക്സ്ഡ് എമൗണ്ട് 2 വർഷത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഞങ്ങൾ നൗ എന്ന് പറയുന്നൊരു നെറ്റ്വർക്കാണ് എടുത്തത്. അത് നമുക്ക് ടിവിയും ഒരു ലാപ്ടോപ്പ് 3 മൊബൈലൊക്കെ ഒരുമിച്ച് നമുക്ക് കുഴപ്പമില്ലാതെ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനീഷ്യലി 25 pound ആയിരുന്നു. അത് 1 year കഴിഞ്ഞപ്പോൾ അവർ 27 pound ആക്കി മന്ത്ലി. പിന്നൊരു നല്ലൊരു എക്സ്പെൻസ് കൗൺസിൽ ടാക്സിൻ്റെ അത്രത്തോളം വരുന്നൊരു എക്സ്പെൻസ് നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ആണ് ഇവിടുത്തെ. അത് ഡിപ്പെൻഡ്സ് ഓൺ വണ്ടി, അതിൻ്റെ മോഡലും പിന്നെ നമ്മുടെ ബ്രേക്ക് ഡൗൺ കവറേജൊക്കെ. ഈ എന്തൊരു കാര്യത്തിന് നമ്മൾ കമ്പയർ ദ മാർക്കറ്റ് പിന്നെ confused.com അങ്ങനെ പറയുന്ന സൈറ്റൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴാണ്, ബ്രൗസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പല കമ്പനീസിന് പല റേറ്റ്, അതിന് ഏറ്റവും ചീപ്പ് ഏതാണ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആസ് യൂഷ്വലി നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്ക് 1 year വണ്ടി ഓടിക്കാമല്ലോ. ഒരു 1000 കുറഞ്ഞ ഒരു ഇൻഷുറൻസ് 1 year നമുക്ക് ചിലപ്പോൾ 900 ഒക്കെ കിട്ടിയേക്കാം. നമുക്ക് UK ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാലും above 1000 തന്നെയാണ് നമുക്ക് ഇയർലി ഒരു വർഷത്തിൽ ഇൻഷുറൻസ് വരുന്നത്. അത് നമുക്ക് മന്ത്ലി അടയ്ക്കുമ്പം 100 something വരും. നമ്മൾ വർഷത്തിൽ അടയ്ക്കുകയാണെങ്കിൽ ഒരു 100 poundൻ്റെ ഒരു ലാഭം നമുക്കുണ്ട്. മന്ത്ലി അടയ്ക്കുന്നതിനേക്കാളും ഭേദം ഇയർലി അടയ്ക്കുന്നതാണ്. അതുപോലെ നമ്മളിപ്പോൾ ഇൻഷുറൻസ് എടുത്താലും നമുക്ക് ഇടയ്ക്ക് സെർച്ച് ചെയ്ത് നോക്കാം. കാരണം മാർക്കറ്റ് റേറ്റ് നമുക്ക് ഇങ്ങനെ കൂടിയും കുറഞ്ഞു വരും. കുറച്ച് മാസത്തിനുള്ളിൽ നമുക്ക് വീണ്ടും കമ്പയർ മാർക്കറ്റും confused.com സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നതിനേക്കാളും കുറച്ച് കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടിയിരിക്കും. പക്ഷേ ഒരു ഇൻഷുറൻസ് ക്യാൻസൽ ചെയ്യുമ്പം അതിന് ക്യാൻസലേഷൻ ഫീസ് വരും നമുക്ക് കേട്ടോ. ഞങ്ങളിപ്പം ആദ്യം മാർഷ്മെല്ലോ എടുത്ത് പിന്നെ അത് ക്യാൻസൽ ചെയ്തപ്പോൾ ഒരു 25 pound ക്യാൻസലേഷൻ ഫീസായി. പിന്നെ ബാങ്ക് ഓഫ് സ്കോട്ട്ലാൻഡിൻ്റെ ഒരു ഇൻഷുറൻസ് എടുത്തത് ഞങ്ങൾക്ക് കുറച്ച് കമ്പാരിറ്റീവ്ലി ചീപ്പായി കിട്ടി. പിന്നെയും സെർച്ച് ചെയ്തപ്പോൾ മാർഷ്മെല്ലോ കുറഞ്ഞ് കിട്ടിയപ്പോൾ വീണ്ടും അതിലോട്ട് ചാടി. അങ്ങനെ
പിന്നെ വരുന്ന ടാക്സ് ആണ്. അത് വലിയൊരു എമൗണ്ട് അല്ല. ഒരു 1 ഇയർ 200 പൗണ്ട്, അല്ലെങ്കിൽ ചില ഡിപ്പെൻസ് ഓൺ എന്ത് ടൈപ്പ് വണ്ടി മോഡൽ അനുസരിച്ച്. ഒരു വർഷം ഞങ്ങൾക്ക് 120 സംതിങ് വരുന്നുണ്ട്. എവറി വർഷമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വർഷം അത് അടയ്ക്കും. പിന്നെ വരുന്നത് നമ്മുടെ ഷോപ്പിംഗ്, ഫുഡിങ് എക്സ്പെൻസ് ആണ്. നമുക്ക് ഞങ്ങൾ ആഴ്ചയിൽ എത്ര ചുരുക്കാൻ ശ്രമിച്ചാലും ഒരു 50 പൗണ്ടിൽ കുറഞ്ഞൊരു ഷോപ്പിംഗ് ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ കോൺഷ്യസ് ആയിട്ടൊരു എഫേർട്ട് ഇടണം. 50 പൗണ്ടിൽ താഴെ വീക്ക്ലി ഷോപ്പിംഗ് ചെയ്യണം എന്നൊക്കെ. വീക്ക്ലി 50 പൗണ്ട് കൂടുതലാണോ കമൻ്റാണോ നിങ്ങൾ, അല്ല കൂടുതലാണോ കുറവാണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത്രയും വരുന്നത് ഞങ്ങൾക്ക് ഇന്ത്യൻ സാധനങ്ങൾ ഓൺലൈൻ ഞങ്ങൾ ഒരു 2-3 മാസത്തേക്കൊക്കെ ബൾക്കായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്യുന്നതുകൊണ്ടാണ്. കാരണം ഓൺലൈൻ ഓർഡറിങ് നമുക്ക് ഫ്രീ ഡെലിവറി അബവ് 50 പൗണ്ട് മുകളിൽ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫ്രീ ഡെലിവറി വരുന്നത്. നമ്മൾ ഇനീഷ്യലി ചിലവെല്ലാം ചുരുക്കാൻ ശ്രമിക്കും. പിന്നെ നമുക്ക് ലൈഫൊക്കെ കുറച്ച് ബോറടിക്കുമ്പം നമ്മൾ സിനിമയ്ക്ക് പോയി കൊടുക്കും. പിന്നെ ടിക്കറ്റൊക്കെ ഒരു ഫാമിലിക്ക്, ഒരു 4 മെമ്പർ ഫാമിലി ഒരു 40 പൗണ്ട് വരും. പിന്നെ വരുന്നത് നമ്മളിടയ്ക്ക് ടൂറിന് പോകുന്നതൊക്കെ നമുക്ക് ഡിപ്പെൻസ് ഓൺ, അതൊക്കെ നമ്മൾ നേരത്തെ കൂടി പ്ലാൻ ചെയ്ത്, അതുപോലെ റൂം ബുക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ, ഇപ്പോൾ നമ്മൾ സ്വന്തമായി കാറ് യൂസ് ചെയ്യുന്നു, ഭയങ്കര നമുക്ക് ഒരു കൺട്രി വിട്ട് വേറെ കൺട്രിയിലോട്ട് നമ്മൾ കാരവാനൊക്കെ ബുക്ക് ചെയ്ത്, അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഹോട്ടൽ സ്റ്റേയുടെ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താൽ നമുക്ക് ചെറിയ റേറ്റിൽ നമുക്ക് ഇഷ്ടംപോലെ കറങ്ങാം, എക്സ്പ്ലോർ ചെയ്യാം. നമുക്കിവിടെ ആനുവൽ ലീവ് ഒക്കെ കിട്ടുമല്ലോ 1 വീക്ക്. അപ്പോൾ സമയത്ത് നമുക്ക് കറങ്ങാനൊക്കെ പോവാം. ചെറിയ കുട്ടികളൊന്നും ഇല്ലെങ്കിൽ 2 പേര് വർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഹോട്ടലിൽ പോകുന്നു, അല്ലെങ്കിൽ വേറെ എക്സ്പെൻസ് വരുന്നു, കറങ്ങാൻ പോകുന്നു, ഇതെല്ലാം കഴിഞ്ഞാലും നമുക്ക് സേവിങ് ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സേവിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ സാലറി ഫുള്ള് എക്സ്പെൻസ് ആയിരിക്കും, ഒരാളുടെ സാലറി നമുക്ക് സേവ് ചെയ്യാം. സ്കൂളിൽ നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് വരുന്നില്ല, സ്കൂൾ ഫീസ് ഒന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇവർ പോകുന്ന സ്കൂളുകാർ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, കൗൺസിൽ ട്രാൻസ്പോർട്ടാണ് അറേഞ്ച് ചെയ്താക്കുന്നത്. അപ്പോൾ അത് ഫ്രീ ആണ്. പിന്നെ ഇടയ്ക്ക് ചില 1-2 പൗണ്ടൊക്കെ ആയിട്ട് ഇതുപോലെ വല്ല ചാരിറ്റിക്കോ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് എന്തെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊക്കെ ബോറടിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഫുഡ് സ്കൂളിൽ നിന്ന് വാങ്ങിക്കാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ അത് പാരൻറ്റ് പേ സംവിധാനമാണ്. പാരൻറ്റ് പേ ആപ്പിലൂടെ നമ്മൾ പാരൻസാണ് പേ ചെയ്യുന്നത്. വേറെ നമുക്ക് സ്കൂളിൻ്റെതായ ഒരു എക്സ്പെൻസും വരുന്നില്ല. സ്കൂൾ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം, സ്കൂൾ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം ഫ്രീ ആണ്. പിന്നെ അൺലെസ് ആൻഡ് അതർവൈസ് സ്കൂൾ വിട്ടിട്ടുള്ള വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് വിടണമെങ്കിൽ നമ്മുടെ ഓൺ എക്സ്പെൻസാണ്. പിന്നെ ഇവിടെ യൂണിയൻ നമ്മൾ ജോയിൻ ചെയ്തിരിക്കണം. ഞാൻ RCN യൂണിയൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ജോലിയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പം അത് ചോദിച്ച ആൾക്കാരോട് അവർ പറഞ്ഞു, അവർ നല്ല സപ്പോർട്ടാണ്. നമുക്ക് ജോലി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ വരുമ്പം അവർ നമുക്ക് വേണ്ടി സംസാരിക്കും, നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുമ്പം. അപ്പോൾ RCN മന്ത്ലി 16 പൗണ്ട് വെച്ച് നമുക്ക് മന്ത്ലി കട്ടാവുന്നുണ്ട്. ഞാൻ എക്സ്പെൻസസ് ഏകദേശം കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിട്ടു എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആരെങ്കിലും ഇവിടെ നോർത്ത് വെയിൽസ് വരുമ്പോഴത്തെ എക്സ്പെൻസൊക്കെ എന്താണെന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനോട് അറ്റാച്ച്ഡായിട്ട് തന്നെ നമ്മൾ വന്നു കഴിയുമ്പം ഫർണിച്ചറൊക്കെ എവിടെ നിന്ന് മേടിക്കുന്നത്. അപ്പോൾ അതിന് ഞാൻ ക്രസ്റ്റ് ലാൻഡിനും കോൾവിൻ ബേയിലും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ആയിട്ട് ഞാൻ അറ്റാച്ച് ചെയ്തിടാം. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് സാധനങ്ങൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കാണാം. ഏകദേശം അതിനെക്കുറിച്ച് ഒരു ഐഡിയ, റേറ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കിട്ടും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ. ആണ് ലാൻഡിനോല്, അല്ല കോൾവിൻ ബേയിൽ ക്രസ്റ്റ്. നല്ലൊരു കുട്ടിയുടുപ്പ് 3.5 പൗണ്ട്. ഇതുപോലെ കുറേ സാധനങ്ങൾ ഇവിടെ.
ഇത് മൊത്തം ഇതിനെത്ര? ഇത് 4 ആൾക്ക് കിട്ടില്ലാട്ടാ. 4 ആൾക്കാരുള്ളതില്ല. ഇത് മാട്രസുകളുടെ റേറ്റ് നോക്കാം. $40, 50, 25, 30, 55. അതുപോലെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജൊക്കെ ഉണ്ട്. ഇവർ മിക്കവാറും ഇവിടെ യൂസ് ചെയ്യുന്ന കമ്പനി ബീക്കോ ആണ്. ഇത് ഫ്രിഡ്ജാണ്, 60 പൗണ്ട്. പോയിന്റ് അപ്പോൾ ഇതാണ് ലാൻഡ്നോ ക്രസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ അവിടെ കോളംബേ ക്രസ്റ്റിൽ കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ ഇവിടെ വന്ന് നല്ലത് ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് വിളിച്ച് ചോദിച്ചാൽ മതി, അവർ ചേഞ്ചസ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ കോൾവിൻബേയിൽ സാധനങ്ങൾ മേടിച്ച് അവിടെ ബില്ലൊക്കെ അടച്ച് ഇങ്ങോട്ട് പോന്നു. പക്ഷേ നമുക്കിവിടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ഇവിടുത്തെ സ്റ്റാഫ് അങ്ങോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവരത് ആക്സെപ്റ്റ് ചെയ്യും. ഇവിടെ ഈ പ്രാവശ്യങ്ങൾ വന്നപ്പോൾ ഇവിടെ കോഫി ഷോപ്പും ഉണ്ട്. ഇവിടെ ചെറിയ ഇവിടെ എത്രയാണ് ഈ സംഭവം? നല്ല ടേബിൾ പക്ഷേ 150. ഇവിടെ ഒരു ഫുഡ് സാധനങ്ങളും വില കുറച്ച് വിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. ചോദിച്ചിട്ട് പറയാം. കുറച്ച് പഴമൊക്കെ വാങ്ങിച്ചിട്ട് പോവാം നമുക്ക്. അപ്പോൾ ഇത്
അപ്പോൾ ഇവിടെ കൂടുതൽ ലാൻഡിനോ ക്രസ്റ്റിൽ കൂടുതൽ ഇലക്ട്രോണിക് സാധനങ്ങളാണ് കേട്ടോ. ഞാൻ അടുത്ത സ്റ്റാഫിന് ചോദിച്ചു നമ്മൾ വീഡിയോ എടുക്കുന്നത് കുഴപ്പമുണ്ടോ. കുഴപ്പമില്ല. അപ്പോൾ ഇത് ഫ്രീസർ മാത്രമാണ് 80 പൗണ്ട്. അപ്പോൾ ഇതിന് സ്ക്രാച്ച് ഉണ്ടോ ഡാമേജ് ഉണ്ടോ അതിൻ്റെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ ഡേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ബോഷിൻ്റെ ഫ്രീസർ ഇതാ 100 പൗണ്ട്. എല്ലാത്തിൻ്റെയും പ്രൈസും സൈസും കാണിച്ചാൽ ഭയങ്കരമായ വലിയൊരു വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചൊരു ചെറിയൊരു ഐഡിയ, പുതിയതായി വരുന്ന ആൾക്കാർക്ക് ഏകദേശം സാധനങ്ങളുടെ റേറ്റൊക്കെ എന്തായിരിക്കും. ഇലക്ട്രിക് കുക്കർ, ഇത് ഡിഷ് വാഷറാണ് 175 പൗണ്ട് ബീക്കോടെ. അപ്പോൾ സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീൻ ഇതാ 170 പൗണ്ട്. അപ്പോൾ ഇത് 12 മന്ത് വാറൻറ്റി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വിറ്റ സാധനങ്ങൾ അവർ ലേബിൾ ഒട്ടിക്കും ഓൾറെഡി സോൾഡ് ആണെന്നുള്ളത്. ഇത് ബീക്കോടെ 10 കിലോൻ്റെ വാഷിംഗ് മെഷീനാണ്. ഇത് ബീക്കോടെ ടമ്പിൾ ഡ്രയർ മാത്രം 130 പൗണ്ട്. ഇവിടുത്തെ എല്ലാ സാധനം 2, 3, 5, 10 പൗണ്ട്. ചെറിയ ചെറിയ കുട്ടി സാധനങ്ങൾ നമ്മുടെ ഷോക്കേസിൽ വയ്ക്കാവുന്ന പീസസും. ഇതെല്ലാം യൂസ്ഡ് ആണ്, ബട്ട് എല്ലാം ഇൻസ്പെക്റ്റഡ്, ഡാമേജ് ഫ്രീ, സ്ക്രാച്ച് ഫ്രീ. സ്ക്രാച്ച്ഡ് ആണെങ്കിൽ റേറ്റ് കുറവും. നമ്മളിന്ന് സാധനങ്ങൾ ശാലുവിന് സാധനങ്ങൾ മേടിക്കാൻ വന്നതാണ്. വിളിയായിൻ്റെ അല്ലേ. ഇപ്പോൾ ഇവിടെയുണ്ട് മാട്രസും പിന്നെ അൽമാരകളും. ഇത് 50 പൗണ്ടാണ്. ഇത് 175. സൈഡ് ഇങ്ങനെ ഒരു സൈഡ് കണ്ടില്ലതാ. ഇത് ഫുൾ ഡൈനിങ് ടേബിളാണ്. റേറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇതാ ഈ ബ്രൗൺ 30 പൗണ്ട്, ഇത് 50 പൗണ്ട്, ഇത് 35, ഇത് 30, ഈ വൈറ്റ് ഇത് 30, ഇത് 10, ഇത് 20. ഇത് നല്ലൊരു ടേബിളാണ്. ഗ്ലാസിൻ്റെ അല്ല, അത് 95. ഗ്ലാസ് അല്ല, പക്ഷെ നല്ല ഫിനിഷിങ്. 95. ഇത് 60, അലോങ് വിത്ത് സെപ്പറേറ്റ് സ്റ്റിക്കർ ഒട്ടിച്ചതാണെങ്കിൽ സെപ്പറേറ്റ് പൈസ വരും. റേറ്റും കാര്യങ്ങളൊക്കെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും.
ഇവിടെയുണ്ട് അൽമാരകൾ. 60, 65, 30. ഇത് 40. ഭയങ്കര വലിയ കബോർഡ് 40. സോഫ എനിക്ക് ഇവിടെയാണ് പിന്നെയും ബെറ്ററായി തോന്നിയത്. അവൾക്ക് എന്ത് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഇത് 100 ബ്രൗണ്. മുകളിൽ കാണാം 30. ഒരുപാട് ഭയങ്കര വലിപ്പം സൈസുള്ളതൊന്നും നമുക്കൊന്നും പറ്റില്ല. നമ്മുടെ റൂമിൻ്റെ സ്പേസ് അത്രയും പോയി കിട്ടുമെന്നുള്ളൂ. ഇത് 820 എന്താണെന്നറിയില്ല. ഇത് 672. ഇത് ഇച്ചിരി ഓവറാണ്. ഇത് 120. ഈ ഒരു പീസിന് 120. ഈ ഒരു സെറ്റ് നല്ലൊരു അടിപൊളിയായിട്ടുണ്ട്. പുതിയതാ. ഇവിടെ പഴയ സാധനങ്ങൾ മാത്രമല്ല, ചില സാധനങ്ങൾ പുതിയതുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റാണ് അടിപൊളി. 1677 പൗണ്ട്.